സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിലാണുള്ളത്. ഇവിടെ കൃത്യമായി ഭക്ഷ്യവകുപ്പിൻ്റെ വെബ്സൈറ്റ് നമുക്ക് കാണാനാകും. 60% ആളുകളാണ് ഈ മാസം ഇതുവരെ റേഷൻ വാങ്ങിയിട്ടുള്ളത്. ഇനി ഒരു 20% ആളുകൾ കൂടി റേഷൻ കിട്ടാനുണ്ട് എന്നത് വ്യക്തമാണ്. ഏകദേശം 80% ശരാശരി ആളുകൾ മാസം റേഷൻ വാങ്ങുന്നത് സംസ്ഥാനത്ത്. മിനിസ്റ്ററെ, 20% ആളുകൾ വാങ്ങാനുണ്ട്. സമരം തുടരുകയില്ല എന്ന് മിനിസ്റ്റർ പ്രതീക്ഷ വയ്ക്കുന്നു. തുടരുകയാണെങ്കിൽ ഇവരുടെ ഭക്ഷ്യധാന്യ വിതരണം എങ്ങനെ അത് നമുക്ക് നടപ്പാക്കും? ജനങ്ങളെ സംബന്ധിച്ച് ഒരു ആശങ്കയും വേണ്ട. എല്ലാ മാസവും ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട് അപൂർവമായ ചില പ്രശ്നങ്ങൾ വന്നു വീഴാറുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ അതത് മാസത്തെ അലോട്ട്മെൻറ്റ് അടുത്ത മാസം ഉൾപ്പെടെ വാങ്ങിക്കാനുള്ള സൗകര്യം കൊടുക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സമരം ഉണ്ടാകില്ല, സമരമായി മുന്നോട്ട് പോകാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സമരം ഉണ്ടാകുന്നെങ്കിൽ എന്നുള്ള സാങ്കല്പികമായിട്ടുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായി പറയാനുള്ളത്, ഒരു മലയാളിക്കും അവരുടെ ഭക്ഷ്യധാന്യം നിഷേധിക്കില്ല. അവർക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. വളരെ ആശ്വാസകരമായൊരു തീരുമാനം ഇന്ന് വന്നു. അത് മന്ത്രി നേരിട്ട് ഇടപെട്ടതുകൊണ്ടുകൂടിയാണ്. വാതിൽപ്പടി വിതരണക്കാർ, സാധാരണ ഗോഡൗണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് സാധനം കൊണ്ടുവരുന്ന ലോറി കരാറുകാർ സമരത്തിലായിരുന്നു ഒരു മാസത്തോളമായി. അവരുടെ സമരം പിൻവലിച്ചിരിക്കുകയാണ്. അത് ഒരു അർത്ഥത്തിൽ ആശ്വാസമാണ്. അതെ, ഒരു മാസക്കാലം നീണ്ടുനിന്ന സമരമാണ് ഇന്ന് അവസാനിച്ചത്. ലോറി കോൺട്രാക്ടർമാരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസത്തെ കൊടുക്കാനുണ്ടായിരുന്ന ബാക്കി 40% തുകയും ഒക്ടോബർ മാസത്തെ പൂർണ്ണ തുകയും നവംബർ മാസത്തെ തുകയിൽ 60% കൊടുക്കാൻ ഇന്ന് സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ നിന്ന് അവർ പിന്മാറുകയുണ്ടായി. സമരം 25 ദിവസം നീണ്ടു നിന്നപ്പോഴും ഈ മാസത്തെ അരി വിതരണത്തെ അത് ബാധിച്ചിട്ടില്ല. എന്നാൽ നീണ്ടുപോയിരുന്നുവെങ്കിൽ അടുത്ത മാസത്തെ അരി വിതരണത്തെ ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. ഇന്ന് സമരം പിൻവലിച്ച സമയത്ത് തന്നെ അവർ ഉറപ്പ് നൽകി. ഓവർ ടൈം സമയം എടുത്തുകൊണ്ടാണെങ്കിൽ പോലും അവർ ഫെബ്രുവരി മാസത്തെ അരി വിതരണത്തെ വിജയകരമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമായി തിങ്കളാഴ്ച മുതൽ നീങ്ങുമെന്നുള്ള കാര്യം അറിയിക്കുകയുണ്ടായി. ഒരു വശം റെഡിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും മിനിസ്റ്ററുടെ ശുഭാപ്തി വിശ്വാസം പോലെ തന്നെ സമരക്കാർ പിന്മാറും. റേഷൻ വ്യാപാരികൾ സമരത്തിൽ നിന്ന് പിന്മാറി സുഗമമായി ഈ മാസവും ഇനി വരുന്ന ദിവസങ്ങളിലുമെല്ലാം റേഷൻ വിതരണം നടത്താനാകും എന്നതാണ് ഭക്ഷ്യവകുപ്പിൻ്റെ പ്രതീക്ഷ. ഭക്ഷ്യമന്ത്രിക്കൊപ്പം ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ തിരുവനന്തപുരം.